ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000 യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് കൈമാറും. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി യോഗം പാർലമെന്റ് ഹൌസിൽ പുരോഗമിക്കുന്നു. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്തെത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സംഘം പാലക്കാടും മലപ്പുറത്തും സന്ദർശനം തുടരുന്നു. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികളിലും അവസരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ന് നൊവാക് ജോക്കോവിച്ചും യാനിക് സിന്നറും ഏറ്റുമുട്ടും. വനിതാ ഫൈനൽ നാളെ. വാർത്തകൾ വിശദമായി. റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിലായി പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന ഉത്തരവ് വിതരണം ചെയ്യും. നിയമിതരായവരെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലായി 16ാമത് റോസ്ഗാർ മേള നടക്കും. കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമാണ് നിയമനങ്ങൾ നടക്കുന്നത്. രാജ്യത്തുടനീളമുള്ള റോസ്ഗാർ മേളകൾ വഴി ഇതുവരെ 10 ലക്ഷത്തിലധികം റിക്രൂട്ട്മെന്റ് കത്തുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ യോഗം പാർലമെന്റ് ഹൌസിൽ പുരോഗമിക്കുന്നു. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് സാധ്യമാക്കുന്ന 2024-ലെ 129ാം ഭരണഘടനാ ഭേദഗതി ബിൽ, കേന്ദ്ര ഭരണ പ്രദേശ നിയമങ്ങൾ ഭേദഗതി ബിൽ എന്നിവ പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ യോഗം. BJP MP അനുരാഗ് ഠാക്കൂർ, കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി, സമാജ്വാദി പാർട്ടി MP ധർമ്മേന്ദ്ര യാദവ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഫലപ്രദമായ പരിവർത്തനത്തിന് വ്യവസായം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരതയും മൂല്യവുമുള്ള പങ്കാളിയായി മാറുന്നതിനുള്ള ശരിയായ പാതയിലാണ് രാജ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന CII ITC സുസ്ഥിരതാ അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. Indian industry must now expand its global presence, not just in markets but in ideas, standards and solutions. Let us build Brand India on 4 pillars: quality, trust, innovation and ancient wisdom reimagined for modern relevance. Industry must take lead in research and development, invest in indigenous design. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്തെത്തും. നാളെ രാവിലെ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. തുടർന്ന് പൊത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന BJP വാർഡ് തല നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യും. BJP സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് കണ്ണൂരിലേക്ക് തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഡൽഹിക്ക് മടങ്ങും. രാജ്യത്തെ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും സാമൂഹ്യ സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി തൊഴിലാളി തൊഴിലുടമ രജിസ്ട്രേഷൻ പ്രോത്സാഹന പദ്ധതിയുമായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. പദ്ധതിക്ക് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനായ 190ാമത് ESI കോർപ്പറേഷൻ യോഗത്തിൽ അംഗീകാരം നൽകി. രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലുടമകൾക്കും കരാർ താൽക്കാലിക തൊഴിലാളികൾക്കും പരിശോധനകളോ മുൻകാല കുടിശ്ശികകൾക്കുള്ള നടപടികളോ നേരിടാതെ എൻറോൾ ചെയ്യാൻ പദ്ധതി അവസരമൊരുക്കും. 2025 ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെയാണ് കാലാവധി. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് വൻതോതിൽ സ്വീകരിച്ചതിനാൽ ഇന്ത്യ ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും വേഗത്തിൽ പേയ്മെന്റുകൾ നടത്തുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. 2016 ആരംഭിച്ചതിനു ശേഷം UPI ഇപ്പോൾ പ്രതിമാസം 18 ബില്യണിലധികം ഇടപാടുകൾ നടത്തിവരുന്നു. കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് സ്കീം പരീക്ഷയുടെ പുതുക്കിയ ഫലം പ്രസിദ്ധീകരിച്ചു. 76,230 വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ആദ്യത്തെ റാങ്ക് പട്ടിക റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരുന്നു. ഇതേ തുടർന്നാണ് മുൻ നിശ്ചയിച്ച പ്രോസ്പെക്ടസ് പ്രകാരം പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ ആക്സിയം 4 ദൌത്യത്തിലെ 4 അംഗങ്ങളുടെയും മടക്കയാത്ര തിങ്കളാഴ്ച ആരംഭിക്കും. അൺഡോക്കിംഗിന് മണിക്കൂറുകൾക്ക് ശേഷം പസഫിക് സമുദ്രത്തിൽ കാലിഫോർണിയ തീരത്തിനടുത്താകും പേടകം ഇറങ്ങുകയെന്ന് നാസ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ സ്റ്റീവ് സ്റ്റിച്ച് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശുഭാൻഷു ശുക്ല 14 ദിവസത്തെ ദൌത്യത്തിനായാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികളിലും അവ സൃഷ്ടിക്കുന്ന അവസരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂലൈ 11 ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഗർഭകാലത്തിന്റെ ആരോഗ്യകരമായ സമയവും ഇടവേളയും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ജനസംഖ്യാ പ്രശ്നങ്ങൾക്ക് പരിസ്ഥിതിയുമായും വികസനവുമായുമുള്ള ബന്ധം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിനായാണ് 1990 ഡിസംബറിൽ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുവാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ തീരുമാനിച്ചത്. കുടുംബാസൂത്രണത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ജനസംഖ്യാ സംബന്ധമായ വെല്ലുവിളികളെ നേരിടുന്നതിനും ഇന്ത്യയുടെ പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരമാണ് ഈ ദിനമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 2000 രൂപയുടെ കറൻസി നോട്ടുകൾ പ്രചാരത്തിലില്ലെങ്കിലും അവയ്ക്ക് ഇപ്പോഴും നിയമസാധ്യതയുള്ളതായി റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെക്കുറിച്ച് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അറിയിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. വ്യാജ കറൻസികൾക്കെതിരെ നടപടിയെടുക്കാൻ കേന്ദ്ര ബാങ്കും സർക്കാരും പ്രതിജ്ഞാബദ്ധമാണെന്നും അത്തരം പ്രവർത്തനങ്ങൾ തടയാൻ നിരന്തരം നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സംഘം പാലക്കാടും മലപ്പുറത്തും സന്ദർശനം തുടരുന്നു. പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ICMR എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. വവ്വാലുകളെക്കുറിച്ച് സർവേ നടത്തുന്ന മറ്റൊരു സംഘവും പ്രദേശത്തുണ്ട്. സെപ്റ്റംബർ മാസം വരെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അതേസമയം മലപ്പുറത്ത് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കി. പാലക്കാട് കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് മാറ്റമില്ല. നിലവിൽ സംസ്ഥാനത്ത് 2 പേരാണ് നിപ ബാധിതരായി ചികിത്സയിലുള്ളത്. സമ്പർക്ക പട്ടികയിൽ ആകെ 499 പേരാണ് ഉള്ളത്. ശാസ്ത്രീയ ഇടപെടലിലൂടെ രാജ്യം കാർഷിക രംഗത്ത് മുന്നേറുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രത്തിന്റെ 62ാം സ്ഥാപക ദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ലബോറട്ടറികളിൽ നടക്കുന്ന എല്ലാ ശാസ്ത്രീയ പരീക്ഷണങ്ങളും രാജ്യത്തെ ജനങ്ങൾക്കും കർഷകർക്കും ഗുണം ചെയ്യണമെന്നും ഗവർണർ പറഞ്ഞു. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യ കണ്ടെയ്നർ കപ്പൽ ബർത്ത് ചെയ്തതിന്റെ 1ാം വാർഷികം ഇന്ന്. 2024 ജൂലൈ 11 സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തെടുത്തത്. 2024 ഡിസംബറിൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന MSC ഐറിന ഉൾപ്പെടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 392 കപ്പലുകളാണ് വിഴിഞ്ഞത്തെത്തിയത്. JSK സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് സെൻസർ ബോർഡിന് മുന്നിലെത്തും. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേര് മാറ്റിയാണ് സിനിമ പുറത്തിറങ്ങുക. കോടതിയിലെ ഒരു രംഗം മ്യൂട്ട് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടിരുന്നു. പുതിയ പതിപ്പ് സമർപ്പിച്ച് 3 ദിവസത്തിനകം സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് സെൻസർ ബോർഡും കോടതിയെ അറിയിച്ചു. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ നൊവാക് ജോക്കോവിച്ച് യാനിക് സിന്നറുമായി ഇന്ന് ഏറ്റുമുട്ടും. വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇഗ സ്വിയഡെക് നാളെ അമാൻഡ അനിസിമോവയുമായി മത്സരിക്കും. ട്രെയിനുകളുടെ സുരക്ഷിതമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനാ സംവിധാനവുമായി ഇന്ത്യൻ റെയിൽവേ നിർമ്മിത ബുദ്ധി മെഷീൻ ലേണിംഗ് അധിഷ്ഠിത സാങ്കേതിക സംവിധാനമായ മെഷീൻ വിഷൻ ബേസ്ഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡുമായി ഇന്ത്യൻ റെയിൽവേ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ട്രെയിനുകളിലെ മെക്കാനിക്കൽ തകരാറുകൾ ഉൾപ്പെടെ കണ്ടെത്തി ഉടനടി മുന്നറിയിപ്പ് നൽകാൻ MVIS പരിശോധനാ സംവിധാനത്തിന് സാധിക്കും. ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ അമേരിക്കൻ പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. അമേരിക്കയിൽ താമസമാക്കിയിട്ടുള്ള ഇറാനിയൻ വംശജർ ഉൾപ്പെടെയുള്ളവർക്കാണ് USന്റെ മുന്നറിയിപ്പ്. ഇറാൻ ഇസ്രായേൽ ബന്ധം വഷളാവുകയും ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ സൈനിക നടപടികളുടെയും പശ്ചാത്തലത്തിലാണ് യാത്രാ നിർദ്ദേശം പുറത്തിറക്കിയത്. ജമ്മു കശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ഇന്നലെ സൈന്യത്തിന്റെ റോമിയോ ഫോഴ്സും പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗവും സംയുക്തമായി നടത്തിയ സൈനിക നീക്കത്തിൽ ഭീകരവാദികളുടെ ഒളിത്താവളം തകർത്തു. തെരച്ചിലിൽ വൻതോതിലുള്ള ആയുധശേഖരവും സ്ഫോടക വസ്തുക്കളും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000 യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് കൈമാറും. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി യോഗം പാർലമെന്റ് ഹൌസിൽ പുരോഗമിക്കുന്നു. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്തെത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സംഘം പാലക്കാടും മലപ്പുറത്തും സന്ദർശനം തുടരുന്നു.
വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികളിലും അവസരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ന് നൊവാക് ജോക്കോവിച്ചും യാനിക് സിന്നറും ഏറ്റുമുട്ടും. വനിതാ ഫൈനൽ നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.